ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ നാവികസേനയെക്കുറിച്ച് പറയുകയാണ്. ഇന്ത്യൻ നാവികസേന. അപ്പം നാവികസേനയെക്കുറിച്ച് പറയുമ്പോൾ നാവികസേനാ ദിനം എന്താണെന്നറിയാമോ? നാവികസേനാ ദിനം ഡിസംബർ 4. നാവികസേനാ ദിനം എന്ന് പറഞ്ഞാൽ ഡിസംബർ 4. അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? നാവികസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂ ഡൽഹിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ആൻസർ ന്യൂ ഡൽഹിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ആപ്തവാക്യം എന്താണെന്നറിയാമോ? ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു ആപ്തവാക്യമുണ്ട്, ഷാനോ വരുണ. ഇന്ത്യൻ നാവികസേനയുടെ ആപ്തവാക്യമാണ് ഷാനോ വരുണ. അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ദിനേഷ് കുമാർ ത്രിപാഠി. കേട്ടോ, ദിനേഷ് കുമാർ ത്രിപാഠി ആണ് ഇന്ത്യൻ നാവികസേനയുടെ ഇപ്പോഴത്തെ മേധാവി. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയാകുന്ന ആദ്യത്തെ മലയാളി ആരായിരുന്നു? ആർ ഹരികുമാർ. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയാകുന്ന ആദ്യത്തെ മലയാളിയായിരുന്നു ആർ ഹരികുമാർ. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി എന്ന് പറഞ്ഞാൽ ഏഴിമല നാവിക അക്കാദമിയാണ്. ഏഴിമല നാവിക അക്കാദമിയാണ്. അത് കണ്ണൂർ ജില്ലയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏഴിമല നാവിക അക്കാദമിയാണ്. അത് കണ്ണൂർ ജില്ലയാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഏതായിരുന്നു? ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിരുന്നു INS വിക്രാന്ത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല ഏതാണെന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് പുറത്തിറക്കുന്ന ആദ്യത്തെ കപ്പൽ ഏതായിരുന്നു? റാണി പത്മിനി. കൊച്ചിൻ ഷിപ്പ്യാർഡ് പുറത്തിറക്കുന്ന ആദ്യത്തെ കപ്പലായിരുന്നു റാണി പത്മിനി. അതുപോലെ നാവികസേന ആസ്ഥാനങ്ങൾ. ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം. എവിടെയാണ്? വിശാഖപട്ടണം. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. എവിടെയാണ്? മുംബൈയാണ്. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. അതുപോലെ സതേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. സതേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഓർത്ത് വെച്ചുകൊള്ളുക. സതേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ആൻസർ കൊച്ചിയാണ്. അതുപോലെ തന്നെ INS കുഞ്ഞാലി എന്ന് കണ്ടാൽ ഇവിടെ INS കുഞ്ഞാലി എവിടെയാണ്? മുംബൈയാണ്. INS കുഞ്ഞാലി മുംബൈ. INS ഗരുഡ് എവിടെയാണ്? കൊച്ചി. INS ഗരുഡ് കൊച്ചിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഡ്ജറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രതിരോധ വകുപ്പിന് വേണ്ടിയാണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പാരാമിലിറ്ററി ഫോഴ്സ് ഏതാണ്? ആസാം റൈഫിൾസ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പാരാമിലിറ്ററി ഫോഴ്സ് ആസാം റൈഫിൾസ് ആണ്. അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് കോളേജിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ്? ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. അതുപോലെ നാഷണൽ ഡിഫൻസ് മെഡിക്കൽ കോളേജ് എവിടെയാണ്? ഡിഫൻസ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഡിഫൻസ് മെഡിക്കൽ കോളേജ് എവിടെയാണ്? പൂനെയിലാണ്. അതുപോലെ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. അതുപോലെ ഡിഫൻസ് സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഡിഫൻസ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗർഗവോൺ ഹരിയാന. എവിടെയാണ്? ഗർഗവോൺ ഹരിയാന. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയായിരുന്നു ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരായിരുന്നു? ബിപിൻ റാവത്ത്.